ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇത് റെഡിയായി നിൽക്കുവാണ്. നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? ഇപ്പം ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. കാരണം നല്ല വിശപ്പ്, ഇന്നലെ തൊട്ട് അറിയാമല്ലോ, ട്രെയിനിലൊക്കെ ആണെങ്കിലും വലിയ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇവിടെ എത്തി. അപ്പം ആദ്യം നല്ല ഭക്ഷണം കഴിക്കണം. നമ്മളറിയാലോ, ഞങ്ങളുടെ ഫേവറേറ്റ് എല്ലാത്തിനും ഫുഡിൽ തന്നെയാണ്. ഞങ്ങളതാണ് ഫുഡും പിടിക്കുന്നത്, ട്രാവലും പിടിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഭക്ഷണം കിട്ടുന്ന എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അവരെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞങ്ങൾ റെഡിയായി, പിള്ളേർ പുറത്തോട്ട് പോയി. അപ്പം ഞങ്ങൾ പുറത്തോട്ട് പോകുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് വന്നതിന് ശേഷമുള്ള. അപ്പം ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പോകുന്നിടത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അതിനുശേഷം ഞങ്ങൾ എവിടെയാണ് ആദ്യമായിട്ട് പോകണമെന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഓക്കെ? ഈ പെണ്ണുങ്ങൾ ഒത്തുചേരുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊറ പറച്ചിലുള്ളതാണല്ലോ, അതാണ് നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പം പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഷോപ്പ് കാണിച്ചു തരാം. വെയിലൊട്ടും ഇല്ല കേട്ടാ, അല്ല വളരെ തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ. അപ്പം നേരെ പോകുമ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങളിത് ഈ കാണുന്ന പെഷാവർ എന്ന് പറയുന്ന ഈ ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്താണെന്നുള്ളത് ഞാൻ അകത്ത് കയറിയിട്ട് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ബിരിയാണി കൊണ്ട് പേര് കേട്ടൊരു നഗരമാണ് ഹൈദരാബാദ്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറിയാലും ബിരിയാണി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോട് തന്നെ ഇവിടെ എത്തിയത്. അങ്ങനെ ഇന്ന് പെഷാവർ ഹോട്ടലിൽ കയറി. അവിടുത്തെ ബിരിയാണിയുടെ പേരെന്താ? സാഫ്രാൻ ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഒരു ചിക്കൻ ഫാമിലിയും ഒരു മട്ടൺ ഫാമിലിയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ബിരിയാണി ഞങ്ങളപ്പോൾ കാണിച്ചു തരാം. ബിരിയാണി കഴിക്കാനുള്ള കൊതിയിൽ പ്ലേറ്റ് നിറച്ച് എല്ലാവരും കാത്തിരിക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ 2 ദിവസത്തെ വിശപ്പുണ്ട്, എല്ലാം കൂടെ തീർക്കാൻ വേണ്ടിയുള്ള ഇരിപ്പാണ്. എല്ലാവരുടെയും മുഖം കണ്ടോ, പാത്തിനൊക്കെ കണ്ടോ? ഇതാണ് നമ്മുടെ മട്ടൻ സാഫ്രാൻ ബിരിയാണി. സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1-2 സ്പെഷ്യൽ വന്നിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മിക്സിങ്സ് ആണ്. ഇത് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്, എന്തോ സംഭവം എന്ന് അറിയില്ല. പിന്നെ നമ്മുടെ റൈത്ത എന്ന് പറയുന്ന സലാഡ്, പിന്നെ നമ്മുടെ വെജിറ്റബിൾ സലാഡ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്തായാലും സാഫ്രാൻ ബിരിയാണി നമുക്കൊരു ഹൈദരാബാദ് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സ്പെഷ്യലാണ് സാഫ്രാൻ ബിരിയാണി. അതിപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും നിങ്ങൾ അറിയാം. ഓക്കെ? ആണ് ഈ കൊടുക്കുന്നത്. നിനക്ക് മട്ടൺ ഇഷ്ടമല്ലല്ലോ, മട്ടൺ കൊടുക്കണ്ട, ചിക്കൻ കൊടുത്താൽ മതി. ഇത് ചിക്കൻ ഇറക്കണോ? മട്ടൺ മതി. മട്ടൺ അത് മട്ടൺ ഇടുന്നത്. അപ്പോൾ മട്ടനാണ് ഇടുന്നത് കേട്ടോ. മട്ടൻ്റെ സ്പെഷ്യൽ സാഫ്രാൻ ബിരിയാണി. ഓക്കെ, നമ്മുടെ മട്ടൻ കൂടെ. ആമിനൊക്കെ മട്ടനാണ്. എനിക്ക് മട്ടൺ. वहाँ पे थोड़ा मटन दे दो, यहाँ पे मटन दे दो. എനിക്ക് മട്ടൺ മതി. ഇച്ചിരി റൈത്ത ഒഴിച്ചിട്ട് നമ്മൾ മട്ടൻ സാഫ്രാനി ബിരിയാണി ടേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ചെറിയൊരു മട്ടൻ്റെ പീസ് എടുത്ത്, മട്ടനൊക്കെ നല്ല സോഫ്റ്റ് പീസാട്ടോ. അത് നമ്മുടെ ഈ റൈസിൻ്റെ കൂടെ വെച്ചിട്ട് കൊള്ളാം കേട്ടോ, മോശം പറയാനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ബിരിയാണി പോലെ അല്ല, എനിക്ക് സ്പൈസി ആയിട്ടൊരു ഫീൽ ചെയ്തു. പിന്നെ മട്ടനൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് മട്ടനാണ്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ബിരിയാണി സാഫ്രാനി ബിരിയാണി നമ്മൾ കഴിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും രണ്ടും കൊള്ളാം. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ ഒരു ഷോപ്പിൽ കയറി ഈ പറഞ്ഞ പോലെ ഈ ഒരു ബിരിയാണി കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ? ചോറ് കഴിച്ചിട്ടേ ഇച്ചിരി മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു. ബദാം ഷേക്കാണ് പറഞ്ഞിരുന്നത്. ടേസ്റ്റ് നോക്കാം നിങ്ങൾ. എന്ന് പറയാം, ഒരു പ്യുവർ ഫീൽ ചെയ്യുന്നു. സാധാരണ ബദാം ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലയിടത്തും കുടിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഒരു പ്യുവർ ബദാം ഷേക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട്. ആണെങ്കിൽ മിൽക്ക് കണ്ടൻസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം കൊള്ളാം, ഒന്നാലുള്ളൂ. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നു. ആദ്യം ബിർള മന്ദിർ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിർള മന്ദിറിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ബിർള മന്ദിറിനെ കുറിച്ചും ബാക്കി കാഴ്ചകളൊക്കെ ഞങ്ങളെ കാണാം. ഓക്കെ?
ഇതാണ് ബിർള മന്ദിർ എന്നറിയപ്പെടുന്ന പുരാതനമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും പിന്നെ അതേപോലെ തന്നെ തീർത്ഥാടകരൊക്കെ എത്തുന്ന സ്ഥലമാണ്. ബിർള മന്ദിറിൻ്റെ എന്നെക്കൊണ്ടാവുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം. ഇതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് നമ്മുടെ ബിർള മന്ദിറിൻ്റെ പൂർണ്ണ രൂപം. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ദിനം പ്രതി ഒരുപാട്, എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ വന്ന് പോകുന്ന പൂജ നടത്തി പോണ ഒരു സ്ഥലമാണ്. വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഹൈദരാബാദിലെ. പക്ഷെ നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഇത് കാണുമ്പോൾ നോ ഫോട്ടോഗ്രാഫി എന്ന് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്കുള്ളതൊന്നും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല. എന്തായാലും അത്യാവശ്യം കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബിർള മന്ദിർ. പക്ഷേ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വന്ന് ഫോട്ടോഗ്രാഫി എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം വേണ്ട, അത് നടപടിയില്ലാത്ത കാര്യമാണ്. പണിതിരിക്കുന്നതിൻ്റെ സവിശേഷതയാണ് നമുക്ക് ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. മൊത്തം വെളുത്ത മാർബിളുകൾ കൊണ്ടാണ് ഈ അമ്പലം മൊത്തവും പണിതിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയിൽ എടുത്തു പറയാനായിട്ടുള്ളത്. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും ഫോൺ കൊണ്ടുപോകാനായിട്ട് നമുക്ക് അനുവാദമില്ല, അതാണ് മെയിൻ പ്രശ്നം. ബിർള മന്ദിറിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് NTR ഗാർഡനിലേക്കാണ്. നല്ല തിരക്കാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളവിടെയൊക്കെ പോലെ തന്നെ ചെറിയ പാർക്കുകൾ കാണുന്ന പോലെയൊക്കെ തന്നെ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് വിശാലമായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും നമ്മുടെ പിള്ളേരുടെ ആയിട്ട് വരാൻ നേരത്ത് അത്യാവശ്യം കറങ്ങാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. എന്തായാലും ഇത് അകത്തോട്ട് ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-15 ഏക്കറിൻ്റെ അകത്താണ് സിറ്റുവേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അത്യാവശ്യം നമുക്ക് ഇരിക്കാനായിട്ടുള്ള കുറേ പുൽത്തകടികളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഹൈദരാബാദ് വരാൻ നേരത്ത് എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് വന്ന് പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റാണ്. അത് NTR ഗാർഡൻ്റെ ഭാഗമല്ല, അതിൻ്റെ മതിലിനപ്പുറമായിട്ടാണ്. പക്ഷേ അവർ ലൈറ്റ് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ നേരത്ത് കാണാൻ നേരത്ത് അത്യാവശ്യം ഇമ്പം തോന്നുന്ന രീതിയിൽ തന്നെയാണ് അവർ അത് ഇണക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും തെലങ്കാന സർക്കാരിൻ്റെ തന്നെ ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈ ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെലവഴിച്ച് വെച്ചിട്ടുണ്ട്. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റായിട്ട് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അങ്ങനെ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫാമിലിക്കാണെങ്കിലും എല്ലാവർക്കും വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്ക് ഇരുന്ന് ഇതാക്കാനും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡാണ്, വെള്ളത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരുപാടുണ്ട്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കൂടെ ആയിരിക്കും. എന്തായാലും ഹൈദരാബാദ് വരുന്നവരെല്ലാവരും NTR ഗാർഡനിൽ വരാൻ മറക്കരുത്. പിള്ളേർക്ക് കളിച്ച് ഉല്ലസിക്കാൻ പറ്റിയ റൈഡിലൂടെ, വാട്ടർ റൈഡിലൂടെ ആരാണ് ഇറങ്ങി വരുന്നത് നോക്കിക്കോണം. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പിള്ളേരാണ് ഇപ്പോൾ വരുന്നത്. കണ്ടോ, ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പിള്ളേർ. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ ലേക്കിൻ്റെ നടുവിൽ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഇവിടത്തേക്കാണ് പോണത്. ഇവിടത്തേക്ക് പോകുമ്പോൾ നമുക്ക് കിഡ്സിന് 50 രൂപയും അഡൽട്ട്സിന് 100 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഈ കാണുന്ന ബുദ്ധൻ്റെ സ്റ്റാച്ചു. ബാക്കി ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പൊണ്ടാട്ടി തന്നെ പറയും. അപ്പം പൊണ്ടാട്ടിയിലേക്ക്. ഹൈദരാബാദ് വന്ന പിന്നെ വരേണ്ട ഒരു സ്ഥലമാണ് ഹുസൈൻ സാഗർ ലേക്ക്. ഇവിടെ ഏറ്റവും ആകർഷണമായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടുന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോട്ട് നമുക്കുണ്ട്. അഡൽറ്റിനാണെങ്കിൽ 100ഉം കിഡ്സിനാണെങ്കിൽ 50ഉം ഉള്ളത്. എന്തായാലും വരുമ്പോൾ എല്ലാവരും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കണ്ട അതിമനോഹരമായ ഈ തടാകത്തിന് അപ്പുറം നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് അവിടെ. എന്തായാലും ഹൈദരാബാദ് വരുന്നവർ എന്തായാലും ഇവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് പെയ്തു. മഴയെന്ന് പറഞ്ഞാൽ ഒരു കിടില മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. എന്തായാലും വീഡിയോ ഇവിടം വരെ ഉള്ളു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ.